പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിൽ വന്ദനം. വരുന്ന നവംബർ 8-ാം തീയതി വാഴ്ത്തപ്പെട്ടവളായി സഭ ഉയർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ അമ്മ ത്രേസ്യ എന്ന് നമ്മൾ വിളിക്കുന്ന എലീശാമ്മയുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ നമ്മോട് കൂടെ ഇന്ന് ഇവിടെ ഉള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഇഗ്നേഷ്യസ് ഗൊൺസാൽവസ് സാറാണ്, അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അമ്മ ത്രേസ്യയെയും 16-ാം നൂറ്റാണ്ടിലെ അമ്മ ത്രേസ്യയെയും 19-ാം നൂറ്റാണ്ടിലെ എലീശാമ്മയെയും നമ്മൾ ഒന്ന് താരതമ്യപ്പെടുത്തി സംസാരിച്ചു. നമ്മൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് അത് ഫോക്കസ് ചെയ്തത്. സാർ ഓർക്കുന്നുണ്ടോ, 16-ാം നൂറ്റാണ്ടിൽ 1599 തന്നെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഉദയംപേരൂർ, ഇവിടെ നടന്ന ഡയാംപർ സിനഡ്, ഉദയംപേരൂർ സൂനഹദോസ്, ആ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വളരെ സുന്ദരമായ 16-ാം നൂറ്റാണ്ട്, കേരളത്തിൻ്റെ 16-ാം നൂറ്റാണ്ടിൽ കേരളത്തെക്കുറിച്ച് വലിയ വെളിച്ചമുള്ള ചിന്തകൾ പങ്കുവച്ച, ബോധ്യങ്ങൾ പങ്കുവച്ച അലക്സിസ് മെനേസിസ് ആർച്ച് ബിഷപ്പ് മഹാമാനുഷിയുടെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിലൂടെ ഈ ഇന്ത്യൻ സഭയ്ക്ക് ലഭിച്ച, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് ലഭിച്ച കാഴ്ചപ്പാടുകൾ, സാർ അതിനെ എങ്ങനെ കാണുന്നു? അത് കണ്ടിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉദയംപേരൂർ സൂനഹദോസിനെ കുറിച്ച് അച്ഛൻ പരാമർശിച്ചത് വളരെ ശരിയാണ്, വളരെ ശരിയാണ്. കാരണം നമ്മുടെ 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തിലേക്ക് ചാലുകീറിയ സംഭവം അത് തന്നെയാണ്. അവിടെ ഇനി 19-ാം നൂറ്റാണ്ടിൽ മദർ എലീശയെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളത്, എന്ത് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യപ്പെട്ടത് ഈ 16-ാം നൂറ്റാണ്ടിലെ ഉദയംപേരൂർ സൂനഹദോസിലാണ്. അതായത് ഈ ജാതീയതയുടെ അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള ഭാവങ്ങൾ പുലർന്നിരുന്ന ഒരു സമൂഹത്തിൽ അതിനെതിരെയുള്ള ആദ്യത്തെ ലിഖിത ശാസനം ഇന്ത്യയിൽ എവിടെയും ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത് ഈ കേരളത്തിലാണ്. അതിന് മുന്നിട്ടിറങ്ങിയത് കത്തോലിക്ക സഭയാണ്. ഗോവ ആർച്ച് ബിഷപ്പായിരുന്ന, പേപ്പൽ പ്രതിനിധിയൊക്കെ ആയിരുന്ന ആർച്ച് ബിഷപ്പ് അലക്സേയ് ദെ മെനേസിസ് ആണ് യോഗം, ആ മഹായോഗം വിളിച്ച് കൂട്ടിയത്. അപ്പോൾ അതിൽ ഒന്ന് ഈ ജാതിക്കെതിരെയുള്ള ലിഖിത ശാസനം, രണ്ടാമത്തത് സ്ത്രീ പുരുഷ സമത്വം. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഒരിടത്തുമില്ല. തുല്യത. അപ്പോൾ ആ തുല്യതയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പിതൃസ്വത്തിൽ ഗേൾ ചൈൽഡിന് മറ്റുള്ളവരെ പോലെ തന്നെയുള്ള, ആൺമക്കളെ പോലെ തന്നെയുള്ള അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്നത്. ഈ കാര്യത്തിൽ കേരളത്തിന് ഇന്ന് വരെ, ഈ 21-ാം നൂറ്റാണ്ട് വരെ യോജിപ്പിലെത്താൻ സാധിച്ചിട്ടില്ല. മേരി റോയ് കേസ് വന്നപ്പോഴാണ് ഉദയംപേരൂർ സൂനഹദോസിലെ ആ കാര്യം ഒരെണ്ണമെങ്കിലും. അതെ. അപ്പോ എത്രയോ ഫാർസൈറ്റഡ് ആയിട്ട്, എത്രയോ പ്രൊഫറ്റിക് ആയിട്ടാണ്. അപ്പോൾ ആ 200 ചില്ലാനം കാനൂനുകൾ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഓരോന്നും എന്ന് തന്നെയുമല്ല, അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ പയ്യെ വളരെ പ്രോഗ്രസീവായിട്ട് ഈ കണ്ണടച്ചുള്ള എതിർപ്പ് ഇപ്പോൾ ഇല്ലാതെ ആയിട്ടുണ്ട്. കാരണം ധൈഷണികമായ ഒരു തുറവി അത് എങ്ങനെയോ വന്ന് ഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഉദയംപേരൂർ സൂനഹദോസ് ക്രമേണ അതിൻ്റെ കാനോനുകളെ കുറിച്ചൊക്കെയുള്ള ആ വിലയിരുത്തലുകളിൽ വലിയ ഒരു മാറ്റം വന്നിട്ട് അതിന് സ്കറിയ സക്രിയ സാറിനെയൊക്കെ വളരെ സ്നേഹത്തോടെയും നന്ദിയോടെ ഓർക്കേണ്ടത്. അദ്ദേഹം ആ രേഖകളൊക്കെ കണ്ടെത്തി കൊണ്ടുവന്നു, മലയാള പരിഭാഷയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ അത് ആധുനിക ഭാഷാന്തരീകരണം പോലും നടന്നിരിക്കും. ഷെവലിയർ പെരിഞ്ചേരി സാർ വളരെ സുന്ദരമായ വലിയൊരു സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വലിയൊരു സേവനം. അത് ഒരുപക്ഷെ ഭാഷാശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ പ്രസക്തമായൊരു സുന്ദരമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഉദയംപേരൂർ സൂനഹദോസ് അപ്പോൾ അതിൽ തമാശയല്ല, പക്ഷേ ചരിത്രത്തിൽ പലപ്പോഴും തമാശകളും സംഭവിക്കുന്നുണ്ടല്ലോ. ഇതിന് 50 വർഷത്തിനപ്പുറം ഈ കാനൂനുകൾക്കെതിരായിട്ടും ഈ സൂനഹദോസിനെതിരായിട്ടും
പിന്നെ കൂനംകുരിശ് ശപഥം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ശപഥത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം ഏത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ ഗേൾ ചൈൽഡിന് കിട്ടിയ അവകാശമാണ് ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഈ മൽപ്പാൻ സമ്പ്രദായം നിർത്തിയതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ഏണിംഗ് ഒരു സെറ്റ് ഗ്രൂപ്പ് ഓഫ് പ്രീസിന് നിഷേധിക്കപ്പെടുകയാണ്. അതോടെ അവരുടെ ഒരു ഇക്കോണമി തകരുകയാണ്. അതാണ് അടുത്ത. പക്ഷേ അത്തരം പരിശീലനങ്ങളൊന്നും പോരാ എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് ഉദയംപേരൂർ സുനോദോസ് യൂറോപ്പിലുള്ളതുപോലെ ട്രെൻഡ് സുനോദോസ് പറഞ്ഞതുപോലെയുള്ള വൈദിക പരിശീലനത്തിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്നും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇത്രയ്ക്കും ക്രാന്തദർശിത്വത്തോടു കൂടി. പിന്നെ ഒരു ഇത് വന്നത് ഒന്ന് ഈ ജാതിക്കെതിരെയുള്ളത്, രണ്ടാമത്തെ മൽപ്പാനേറ്റ് നിർത്തിയത്, മൂന്ന് സ്ത്രീ സ്വാതന്ത്ര്യം. ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഒരു എതിർപ്പും ഇല്ലാതെയാണിത് പാസ്സാക്കപ്പെട്ടത്. ഇപ്പോൾ ഈ മൂന്ന് കാര്യത്തിലും അതാണ് ശരി, അതായിരുന്നു ശരി എന്നുള്ളത് നമുക്ക് ഒരു പൊതുബോധം ഉണർന്ന് വന്നിട്ടുണ്ട്. സാറേ, ഇപ്പം നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ആ ഉദയംപേരൂർ സുനോദോസിൻ്റെ കാനോനുകൾ ആ സമയങ്ങളിലൊന്നും പൂർണ്ണമായിട്ട് സ്വീകരിക്കപ്പെട്ടില്ല. സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല. ഒരു പക്ഷേ പിന്നീട് വന്ന ഇപ്പോൾ ബ്രിട്ടീഷുകാരായാലും അവരുടെ സമയത്തൊക്കെ കുറേ ഇത് ഈ കാനോനുകൾ വെച്ചല്ലെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ആ കണ്ടിന്യൂറ്റി ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ചാർക്കോൾ, ഒരു തീ അടുപ്പിൽ ഇങ്ങനെ എരിയുന്നത് പോലെ, അത് ഉദയംപേരൂർ സുനോദോസിന്റെ കാനോനുകൾ അങ്ങനെ ചാരമായി പോയിട്ടില്ലായിരുന്നു. അത് ചാരം മൂടിയ തീക്കനൽ അതിലുണ്ടായിരുന്നു. അപ്പം അത് സ്വാഭാവികമായിട്ട് അത് അതിൻ്റെ ഒരു പ്രോജ്വലനം സംഭവിക്കുകയുണ്ടായി. അപ്പം അതിന് ഈ പറയുന്ന പോലെ മിഷണറിമാരും പിന്നെ മേൽക്കോയ്മ ഇവിടെ നേടിയ ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള ആളുകളും മാത്രമല്ല, അഭ്യാസത്തിലൂടെ ലോകം കണ്ട ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജ്ഞിയായിരുന്ന ഗൗരി റാണി പാർവതി ലക്ഷ്മിബായി ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള കൺസെപ്റ്റ് പറയാനായിട്ട് റാണിക്ക് കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു ബ്രിട്ടീഷ് പശ്ചാത്തലം അതിന് സഹായകമായിട്ടുണ്ടായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ സഹായമായിട്ടുണ്ട്. പക്ഷേ ഈ തിരുവിതാംകൂറിൻ്റെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ റാണി ഗൗരി പാർവതി ലക്ഷ്മിബായി നിൽക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ തന്നെ ഒരു വടക്കേറ്റമുണ്ട്. ഈ വടക്ക് ഭാഗത്ത് മൊത്തം പിന്നെ ഇരുട്ടായിരുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ. എനിക്ക് അതുകൊണ്ട് ഈ വടക്കൻ തിരുവിതാംകൂർ ആ പരിസരത്തെ ഒരു റാണി ഗൗരി പാർവതി ലക്ഷ്മിബായി എന്ന് വിളിക്കാനും കൂടി തോന്നുകയാണ് ഏലീശോമ്മ. ഒരർത്ഥത്തിൽ ശരിയാണ്. കാരണം ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ കോൺവെന്റ് സ്കൂൾ, ബോർഡിംഗ് ഹൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് തന്നെയല്ല, അതിനുള്ള കരിക്കുലം, ആ കരിക്കുലം ഒരു അക്കാദമികമായിട്ട് ശരിയായ കരിക്കുലം എന്നുള്ളതിലുപരി അതൊരു ഉത്തമയായിട്ടുള്ള ഹോം മേക്കറിന് വേണ്ട എല്ലാ കാര്യങ്ങളും സമഗ്ര ജീവിതത്തിൻ്റെ സമഗ്രമായൊരു പദ്ധതിയാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കേരള മോഡൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ചയ്ക്ക് വരുന്നൊരു കാര്യമാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ അന്ധമായ രാഷ്ട്രീയം കൊണ്ട് കുടുംബശ്രീയെ എതിർത്തിരുന്ന ആളുകൾ പോലും അതിലെ നന്മ ഇപ്പോഴും കണ്ടു തുടങ്ങി. കാരണം അത് ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വല്ലാതെ അത് ശക്തീകരിച്ചു. അപ്പോൾ ശക്തി ഉണ്ടാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരു സംഗതി. അപ്പോൾ അതാണ് പിന്നെ എലീശോമ്മ ഈ കൊന്ത കെട്ട് പഠിപ്പിച്ചു സ്കൂളിൽ. അതുപോലെ തന്നെ റേന്തപ്പണി, തുന്നല്, കുക്കറി, ഇങ്ങനെ സകല പരിപാടികളുണ്ട്. അപ്പോൾ എന്ന് തന്നെയുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയൊരു കാര്യം, എനിക്കത് അത്ഭുതകരമായിട്ട് തോന്നി. എലീശോമ്മ ഇങ്ങനെ താല്പര്യപ്പെട്ടപ്പോൾ എലീശോമ്മയ്ക്ക് ഇതെല്ലാം നടത്തി കൊടുക്കേണ്ട ബാധ്യത ലിയോപോൾഡ് കൊച്ചുമൂപ്പച്ചൻ എന്നറിയപ്പെടുന്ന കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം ഫോർട്ട് കൊച്ചി പോയിട്ട് ഈ വക കാര്യങ്ങൾ, എലീശോമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ഇനി പേപ്പർ ക്രാഫ്റ്റ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിചയമില്ല. അപ്പോൾ അതുമൊക്കെ കൂടി അറിയാവുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവരാണ് ഈ എലീശോമ്മയും എലീശോമ്മയുടെ സഹോദരിയായ ത്രേസ്യയെയും ഈ വിദ്യകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ഈ സ്കൂള് വഴി. സോ മച്ച് സോ നമ്മൾ ഈ കൂനമ്മാവ് ഏരിയയെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് റോസറി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ശരിയാ. റോമിൽ പോലും
അവിടെ സോപ്രാണി എന്നൊക്കെ പറയുന്ന വലിയ പ്രശസ്തമായ കടകളിൽ നമ്മുടെ കൂനമ്മാവിലെ കൊന്തകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ 16-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഉദയം പേരൂർ നൽകിയ വെളിച്ചം, അതിൻ്റെ ഒരു തുടർച്ച, അത് പല രീതികളിൽ ഉള്ള തുടർച്ച, അത് ഒരു പരിധിവരെ വിദേശ ശക്തികളിലൂടെ വന്നിട്ടുണ്ട്. എന്തിന് ഇതര മതസ്ഥരായ രാജാക്കന്മാരും റാണിമാരിലൂടെയും വന്നിട്ടുണ്ട്. അത് പിന്നീട് എലിശാമ്മയിൽ നമ്മൾ ജ്വലിച്ച് കാണുന്നു. എലിശാമ്മയിൽ എത്തുമ്പോൾ ഉദ്ധാനപ്രഭ ശരിക്ക്, കാരണം അവിടെ ഒരു പ്രാർത്ഥനയുടെ ബലം, സമർപ്പണത്തിന്റെ സമ്പൂർണമായ സമർപ്പണത്തിന്റെ ബലം, അങ്ങനെ ഒരു വലിയൊരു വെളിച്ചവും വലിയൊരു തെളിച്ചവുമാണ് നമുക്ക് എലിശാമ്മയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് ഈ ഒരു ചിന്തയോടുകൂടി അവസാനിപ്പിക്കാം. ദൈവം എങ്ങനെ നമ്മുടെ നാടിനെ പല നൂറ്റാണ്ടുകളിലായി പല വ്യക്തികളിലൂടെ നയിച്ചു. ഒടുവിൽ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ നവോത്ഥാന നായികയായ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എലിശാമ്മയിലൂടെ ദൈവം ഈ നമ്മുടെ കേരളത്തെ വെളിച്ചമുള്ളതാക്കി എന്നുള്ള ആ ചിന്തകളോടുകൂടി ആ വെളിച്ചത്തിൽ നമുക്ക് തുടർന്നും പുലരാൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രാർത്ഥന. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും.